അള്ളാഹു ചെറിയൊരു തണുപ്പ് തന്നിട്ട് സുഖം തന്നപ്പോ സുബഹി മുടങ്ങിപ്പോയി, അസ്ർ മുടങ്ങിപ്പോയി, പല നിസ്കാരങ്ങളും ഒഴിവായിപ്പോയി. അള്ളാന്റെ ഹബീബിന്റെ വസിയ്യത്ത് മറക്കണ്ട. അവസാനം ഭൂമി ലോകത്ത് നിന്ന് യാത്രയാകുന്നതിന്റെ മുമ്പ് നമ്മളോടൊക്കെ നൽകിയ വസിയ്യത്ത് അസ്സലാത്ത് അസ്സലാ, നിസ്കാരം ശ്രദ്ധിക്കണേ, നിസ്കാരം പരിഗണിക്കണേ. ചെറുപ്പക്കാരെ, പ്രായപൂർത്തിയെത്തിയ ശേഷം എത്ര നിസ്കാരം നഷ്ടപ്പെട്ടോ. ഭൂമിയിൽ നിന്ന് റൂഹ് പിരിയുന്നതിന്റെ മുമ്പ് സമയബന്ധിതമായി ഖളാ വീട്ടിക്കോ. നിങ്ങൾ നോമ്പനുഷ്ഠിക്കാത്തത് വേറെ ഏതെങ്കിലും രൂപത്തിൽ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ, അതേ നോമ്പ് നോൽക്കാത്തവരാണെന്ന് ഉമ്മ പറഞ്ഞാൽ, ഏതെങ്കിലും നിങ്ങളെ സ്വത്തെടുത്തിട്ട് അല്ലെങ്കിൽ ബാപ്പാന്റെ സ്വത്തെടുത്തിട്ട് ബാപ്പയോ ഉമ്മയോ കുടുംബക്കാരോ നോമ്പിന്റെ കണക്കനുസരിച്ച് മുദ്ദങ്ങ് കൊടുത്തു എന്ന് കൂട്ടിക്കോ, അത് പരിഹരിക്കപ്പെട്ടേക്കാം. സക്കാത്ത് കൊടുക്കാത്തവന്റെ സക്കാത്ത് പിന്നെ കൊടുത്താലും പരിഹാരമായേക്കും. ഹജ്ജ് നിർബന്ധമായവന്റെ ഹജ്ജ് പിന്നെ നിർവഹിച്ചാലും പരിഹരിക്കപ്പെട്ടേക്കും. നിസ്കാരം പരിഹരിക്കാൻ ഒരു പോംവഴിയുമില്ല. 10 ലക്ഷം ആളുകൾ വന്നിട്ട് ജനാസ നിസ്കരിച്ചാലും ഫർള് നിസ്കാരത്തിന്റെ ബാധ്യത പോകൂല. 10 ലോഡ് വലിയ ലോറിയിൽ കൊണ്ടുവന്നിട്ട് ലക്ഷക്കണക്കിന് കിൻഡലുകൾ അരി വിതരണം ചെയ്താലും നിസ്കരിക്കാത്തത് അല്ലാഹു പൊറുക്കൂല. അതേ 100 കണക്കിന് മൃഗങ്ങളെ അറുത്തിട്ട് ബലിതർപ്പണം നടത്തിയിട്ട് സാധുക്കൾക്കും നാട്ടുകാർക്കും ഭക്ഷണം കൊടുത്താലും ഖളാ ഉള്ള നിസ്കാരം റബ്ബ് വിടൂല. അതുകൊണ്ട് ഈ വസിയ്യത്ത് ചെറിയ വസിയ്യത്തല്ല. അസ്സലാത്ത് അസ്സലാ. അതുകൊണ്ടല്ലേ ഫത്ഹുൽ മുഈനിന്റെ തുടക്കത്തിൽ നിസ്കാരം ഖളാ ഉള്ളവർ അത്യാവശ്യ സമയങ്ങളിൽ ഒഴിച്ച് ബാക്കി മുഴുവൻ സമയവും നിസ്കാരം ഖളാ വീട്ടുന്നതിൽ വിനിയോഗിക്കൽ നിർബന്ധമാണെന്നും, ആ വിനിയോഗിക്കുന്നതിന്റെ മാർഗത്തിൽ സുന്നത്ത് നിസ്കാരം അവർക്ക് നിഷിദ്ധമാണെന്നും രേഖപ്പെടുത്തിയത് നമ്മളെല്ലാവരും അറിയുന്ന വിഷയമാണല്ലോ. അതുകൊണ്ട് ഖളാ ഉള്ള നിസ്കാരങ്ങൾ ലാഘവത്തോടെ കാണരുത്. മേലാൽ ഒരു നിസ്കാരവും ഖളാക്കില്ലെന്ന് നബി തങ്ങളെ വസിയ്യത്ത് പറയുന്ന അവസാനത്തെ മജ്‌ലിസിൽ വെച്ച് പ്രതിജ്ഞ എടുത്തോളൂ. അസ്സലാത്ത് അസ്സലാ. നിസ്കാരം ശ്രദ്ധിക്കണേ, നിസ്കാരം പരിഗണിക്കണേ.